ഇന്ന് ഒരു ചെറുനാരങ്ങ ഒരു അച്ചാറുണ്ടാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം നാരങ്ങ കുറച്ച് പച്ചമുളകും കൂടെ കൂടി ആവി കയറ്റിയിരിക്കുകയാണ്. ആവി കയറ്റി കുറച്ച് വേവിച്ചിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അത് അരിഞ്ഞ് റെഡിപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. വേപ്പില, കുറച്ച് ഉപ്പും പുരട്ടി നാരങ്ങ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. നാരങ്ങ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി, ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. നല്ലെണ്ണ ഒഴിക്കാൻ പോകണം. നല്ലെണ്ണയാണ് ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ചു. ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഒന്നിടുകയാണ്. കുറച്ചും കൂടി ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേശം കളറ് ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ വേപ്പില, കഴുകി വൃത്തിയാക്കിയ വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് നമ്മൾക്ക് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ എന്നുണ്ടെങ്കിൽ പച്ചമുളക് നമ്മൾ ഒന്നുകിലൊന്ന് ആവിയിൽ വേവിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂക്കുന്ന പോലെ ആയതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇനിയും വേപ്പില ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി ഇടുകയാണ്. പാകത്തിന് ഇത് വലിയ സ്പൂണാണ്, അതുകൊണ്ടൊരു 3 സ്പൂൺ ഞാൻ ഇട്ടു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളിതിന് ചേർക്കുകയാണ്. നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു ലേശം കൂടി ആകാം, കാരണം നാരങ്ങ കുറച്ച് കൂടുതലുണ്ട്. കണ്ടിട്ടു. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവാപ്പൊടി ഇടുകയാണ്. തിരി കുറച്ച് വയ്ക്കുക. ഉലുവാപ്പൊടി ഇട്ടു. എന്നിട്ട് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ നമ്മൾ അതിലേക്ക് കൊട്ടുകയാണ്. നാരങ്ങ ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് മുമ്പായി
കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർക്കണം. കാരണം കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പുളി ഇറങ്ങുമ്പോൾ ഉപ്പ് പോരാതെ വരും. അപ്പോൾ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്തു. ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി അതിന് ശേഷം നമ്മൾ അടുപ്പ് ഓഫാക്കുകയാണ്. കുറച്ച് വിനാഗിരിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട്. കായം കൂടി നമ്മൾ ചേർത്ത് ഇളക്കി ഒരു ലേശം ചാറ് വരും. കുറച്ച് കഴിഞ്ഞാൽ ചാറ് വരും. പക്ഷെ എന്നാലും നമുക്ക് നാളെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കും. വിനാഗിരി അങ്ങനെ ചെറുനാരങ്ങ അച്ചാർ റെഡി.